ആഴ്ചയുടെ പ്രവചനത്തെക്കുറിച്ച് വിവിധ പഠനങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്. തീയതികൾ യഥാക്രമത്തിൽ സ്ഥാപിക്കുന്നത് വളരെ പ്രധാനമാണ്. സംഭവങ്ങളുടെ പ്രാധാന്യം പോലെ തീയതികൾ പ്രധാനമല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ തീയതികളുടെ കൃത്യത ഈ പ്രവചനങ്ങൾ ആധികാരികവും ദൈവികമാണെന്ന് തെളിയിക്കുന്നു. ഈ പ്രവചനം വ്യാഖ്യാനിക്കുന്നതിൽ ചരിത്രവാദം സത്യവും കൃത്യമാണെന്ന് ബൈബിളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും തെളിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായി ഈ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട 3 നാഴികക്കല്ലുകളാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. BC 457 അർത്ഥശിഷ്ട രാജാവിൻ്റെ കൽപ്പന. തിരുവചന പ്രകാരം കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ച 62 ആഴ്ച, അതായത് 69 ആഴ്ച അല്ലെങ്കിൽ 483 വർഷങ്ങൾ. കൽപ്പനകൾ പരിഗണിക്കുമ്പോൾ 3 രാജാക്കന്മാരുടെ 4 ഉത്തരവുകളുടെ വർഷങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് കോരശ് രാജാവിൻ്റെ 536 BC കൽപ്പന, ദാരിബസ് രാജാവിൻ്റെ 520 BC കൽപ്പന, അർത്ഥശിഷ്ട രാജാവ് 457 BC കൊടുത്ത കൽപ്പന, വീണ്ടും ഇതേ അർത്ഥശിഷ്ട രാജാവ് 444 BC കൊടുത്ത കൽപ്പന. ആദ്യത്തെ 2 തീയതികൾ കണക്കാക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തിനും വളരെ മുമ്പുള്ള BC 53, BC 37 എന്നീ വർഷങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അവസാന തീയതി കണക്കാക്കുമ്പോൾ AD 40 നമ്മെ കൊണ്ടെത്തിക്കുന്നു. ഇത് യേശുവിൻ്റെ കാലത്തിനും അനേകം വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനാൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരേ ഒരു തീയതി BC 457 അർത്ഥശിഷ്ട രാജാവിൻ്റെ ഉത്തരവ് മാത്രമാണ്. ആ സമയം മുതൽ 483 വർഷം കണക്കാക്കിയാൽ നാം യേശുവിൻ്റെ സ്നാന സമയമായ AD 27 വന്നെത്തും. രണ്ടാമത്തെ നാഴികക്കല്ല് അഭിഷിക്തനായൊരു പ്രഭു വരെ. കർത്താവ് യേശു ക്രിസ്തു അഭിഷിക്തനായത് തൻ്റെ സ്നാനത്തിലൂടെയാണെന്നും അത് AD 27 നമ്മൾ കണ്ടു. എന്നാൽ ഈ തീയതി എത്രമാത്രം കൃത്യമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ക്രിസ്തുവിൻ്റെ സ്നാനത്തോടു കൂടിയാണ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അടുത്ത വർഷം 28 AD പെസഹയുടെ സമയത്ത് നടന്ന സംഭവങ്ങൾ യോഹന്നാൻ വിവരിക്കുന്നു. യോഹന്നാൻ 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ വെച്ച് യഹൂദന്മാരോടുള്ള സംഭാഷണത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. അതിന് യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു. മഹാനായ ഹെരോദാവ് BC 19 മുതൽ ദൈവാലയം പുതുക്കി പണിയുവാൻ തുടങ്ങിയതായും AD 63-64 കാലഘട്ടത്തിൽ അത് പൂർത്തീകരിച്ചതായും പിന്നീടത് AD 70 റോമൻ സൈന്യം നശിപ്പിച്ചതായും ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ സ്നാന തീയതി 27 AD ആധികാരികമാണോ എന്നത് ഇതിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിക്കും. 19 BC മുതൽ 46 വർഷം നമ്മൾ മുമ്പോട്ട് കൂട്ടുകയാണെങ്കിൽ അത് AD 28 വന്ന് അവസാനിക്കുന്നു. എലിക്കോട്ട് കമന്ററി അതിങ്ങനെ വിവരിക്കുന്നു. If we count the 15th year of the reign of Tiberius from the commencement of his first reign with Augustus, that is AD 12, this date will be AD 27. The present Passover was in the following year, AD 28. എലിക്കോട്ട് കമന്ററി പറയുന്നതനുസരിച്ചിട്ട് തിബിരിയസ് കൈസറിൻ്റെ 15-ാമത്തെ ആണ്ട് പരിശോധിച്ചാൽ അത് 27 AD ആണ്. പിന്നീട് വരുന്ന പെസഹ 28 AD 70 ആഴ്ചയുടെ പ്രവചനത്തിൻ്റെ അവസാന ആഴ്ചയുടെ ആരംഭവർഷം 27 AD ആണെന്ന് ശ്രദ്ധിക്കുക. അതിനാൽ യേശുവിൻ്റെ ശുശ്രൂഷയുടെ 3.5 വർഷം അവിടെ നിന്ന് കണക്കാക്കിയാൽ AD 31 നമ്മെ കൊണ്ടെത്തിക്കും. അതാണ് യേശുവിൻ്റെ ക്രൂശീകരണ വർഷവും. അതിനാലാണ് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ ശ്രേഷ്ഠ യാഗത്തിലൂടെ യാഗങ്ങളുടെ പ്രാധാന്യം ഇല്ലാതെയായി. 3-ാമത്തെ നാഴികക്കല്ലായ AD 34. തിരുവെഴുത്തുകളും ചരിത്രവും ഉപയോഗിച്ച് BC 457 ആണ് 70 ആഴ്ചയുടെ പ്രവചനത്തിൻ്റെ ആരംഭമെന്ന് നാം പഠിച്ചു. അതിനാൽ അവസാന തീയതി കണക്കാക്കുക വളരെ എളുപ്പമാണ്. BC 457 നിന്ന് 490 വർഷങ്ങൾ മുമ്പോട്ട് കൂട്ടിയാൽ അത് 33 AD വന്ന് അവസാനിക്കും. BC മുതൽ AD വരെ കണക്കാക്കുമ്പോൾ 0 വർഷമില്ലാത്തതുകൊണ്ട് 1 ചേർക്കുന്നു. അതുകൊണ്ട് 33 + 1 34 AD നമുക്ക് ലഭിക്കുന്നു. 70 ആഴ്ചവട്ടം പൂർത്തീകരിക്കുന്ന സ്തെഫാനോസിൻ്റെ മരണത്തോടു കൂടിയാണ്. കാത്തലിക് ന്യൂസ് ഹെറാൾഡ് ഇങ്ങനെ പറയുന്നു. On December 26th, the Universal Church commemorates the death of Saint Stephen,
in 34 AD. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിലൂടെ യഹൂദരാഷ്ട്രത്തിന് കൊടുത്ത കൃപാകാലം, അതായത് 70 ആഴ്ചവട്ടം അവസാനിച്ചു. സുവിശേഷം പിന്നെ ജാതികളിലേക്ക് നീങ്ങി. ഈ തെളിവുകളിൽ നിന്ന് 70 ആഴ്ചവട്ട പ്രവചനത്തെ വ്യാഖ്യാനിക്കാനുള്ള ഏക മാർഗം ചരിത്രവാദമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം.